പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നാലും ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ട് കുറേ ഫോർവേഡഡ് മെസ്സേജസ് വരും. ഭക്ഷണം, മരുന്ന്, വെള്ളം ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഉറപ്പാക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര തന്നെ പേടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജസ് കാണുമ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. എന്നാൽ ഞാനെന്ത് പോണത് അതിനൊന്നല്ല. ഇൻസ്റ്റഗ്രാം തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ചോറ്, മീൻ, അച്ചാറ്, പപ്പടം, തൈര് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആരെ കൺട്രോളാടെ പോകാണ്ടിരിക്കുക. പിന്നെ അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ഓരോരുത്തരുടെ വീഡിയോസും പിന്നെ പറയണ്ട. പക്ഷെ കൺട്രോൾ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. എടുത്തുണ്ടാക്കാനുള്ള സാധനം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വേണം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ക്ലോസിങ് ടൈം ആകുമ്പോഴാണ് ഞാൻ ഓൾമോസ്റ്റ് അവിടെ എത്തൽ. അതുകൊണ്ട് തന്നെ മീനും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഞണ്ടിനെ കിട്ടലേ ഇല്ല ഇനി. പക്ഷെ ഇന്ന് പോയപ്പോൾ നല്ല ഫ്രഷ് ഞണ്ട് കണ്ടപ്പം 1/2 kg ഞണ്ടെടുത്ത്, പിന്നെ 2-3 അയില, പിന്നെ മത്തി, നല്ല ഫ്രഷ് മത്തീന് ക്ലീൻ ചെയ്ത് തരില്ല എന്ന് വരെ പറഞ്ഞിട്ട് അതൊന്നും കാര്യമാക്കാണ്ട് മത്തി വാങ്ങിച്ചാൽ ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ ബോണസായിട്ട് നല്ല അടിപൊളി പഞ്ഞി കിട്ടിയിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ കിട്ടലില്ല. ഒരു ഫുൾ തേങ്ങക്ക് 2.75 ഉള്ളതൊക്കെ മാറിയിട്ട് 5.25 വരെ ആയിട്ടോ റേറ്റ്. ഇതുപോലെ തന്നെ നാട് കടന്ന് വരുന്ന എല്ലാവിധ ഐറ്റംസിൻ്റെ മുകളിലും ഈ ഒരു പ്രൈസ് ഡിഫറൻസ് കാണാം. അങ്ങനെയുള്ള പ്രൈസ് കാണുന്ന സമയത്ത് ഇങ്ങനെ വല്ല പുല്ലോ ചൊപ്പോ വാങ്ങി കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോവും. ഒരു 5-6 സാധനം എടുക്കുമ്പോഴത്തേക്ക് തന്നെ ബില്ല് 100-150 റിയാൽ വരെയൊക്കെയാണ് എത്തുന്നത്. ചില പ്രൈസ് കാണുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ തോന്നില്ല. അപ്പോൾ അത്യാവശ്യം എന്നുള്ളത് 1-2 പീസ് മാത്രമൊക്കെ ആയിട്ട് ബില്ല് ചെയ്യാൻ കൊണ്ട് ചെല്ലേണ്ട സമയത്ത് അത് ബാർകോഡ് അടിച്ച് തരുന്ന സ്റ്റാഫിൻ്റെ മുഖവും മുന്നിലും പിന്നിലൊക്കെ വെച്ച് വരിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ അപരാധം ചെയ്ത പോലാണ്. പക്ഷേ ആ ഒരു വീക്കിലേക്ക് അത് തന്നെ മതി എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ റീൽസ് തോണ്ടലാണല്ലേ നമ്മൾ വേണ്ടാത്ത എല്ലാ ക്രേവിങ്സിലും കൊണ്ട് ചാടിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പാനിപൂരി എന്നുള്ള ഒരൊറ്റ പ്രാന്തേനി. സോ ഈ ഒരു പാക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. പൂവ പൂരി പൊരിക്കുക, അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി പാനിപൂരി അങ്ങോട്ട് കിട്ടുട്ടോ. അത്യാവശ്യം വാങ്ങാനുള്ളതെല്ലാം വാങ്ങി ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാലാണ് അനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വരിക. സോ വേഗം ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ബില്ലിൻ്റെ നീളം കൂടും, വീട്ടിൽ നിന്ന് പുറത്താനുള്ള ചാൻസും കൂടും.